സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഇപ്പോൾ റോഡിൽ വാഹന പരിശോധന തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ മലയാളികൾ കേട്ടുണർന്നത് 3 വലിയ അപകടങ്ങളുടെ വാർത്തയായിരുന്നു. ഇതിനെ തുടർന്ന് നിരത്തുകളിൽ ഏതാണ്ട് 15 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് MVDയും പോലീസും ചേർന്ന് സംയുക്തമായ പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇന്ന് എറണാകുളത്തെ പരിശോധന രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. ഏതാണ്ട് 8:30 വരെ ഈ പരിശോധന നീണ്ടുനിന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളിയിലായിരുന്നു ഇന്ന് രാവിലെ MVDയുടെയും പോലീസിന്റെയും പരിശോധന. ഏതാണ്ട് 52 വാഹനങ്ങൾ ഇന്ന് പരിശോധിച്ചതിൽ 18ഓളം വാഹനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയിട്ടുണ്ട്. നിരത്തുകളിലെ അപകടങ്ങൾ ഒഴിവാക്കുക, അതുവഴി വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കുക, ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഇവിടെ MVDയുടെയും പോലീസിന്റെയും പരിശോധന തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ ഡ്രൈവർമാരുടെ പിഴവ് മൂലമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഞാനീ നിൽക്കുന്ന ഇടപ്പള്ളി മുതൽ കുണ്ടന്നൂർ വരെ MVD കണ്ടെത്തിയ ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന എന്തായാലും MVDയുടെ ഭാഗത്തുനിന്നും തുടർന്നത്. മാത്രമല്ല, ഈ പരിശോധനയിൽ പ്രധാനമായും നിയമലംഘനങ്ങൾക്കപ്പുറം ഡ്രൈവർമാർക്കിടയിൽ അവബോധം നൽകുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പരിശോധന നടത്തി ഡ്രൈവർമാർക്കിടയിൽ അവബോധം നൽകുക. സർ, ഇതേ പരിശോധന ഇന്ന് പുരോഗമിച്ചത്? ഇന്ന് കാലത്ത് എടപ്പള്ളി സ്റ്റേഷൻ ഭാഗത്താണ് പരിശോധന. രാവിലെ കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പോലീസുമായിട്ടുള്ള സംയുക്തമായിട്ട് എറണാകുളം RTOയുടെ പരിധിയിലുള്ള ബ്ലാക്ക് സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 52 വാഹനങ്ങളോളം ഞങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. അതിൽ ഒരു 15 വണ്ടി ഞങ്ങൾ കേസ് എടുത്തു. വിവിധതരം ന്യൂനതകൾ, ഓൾട്രേഷൻസ്, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ, ലോഡ് അമിതമായി പുറത്തേക്ക് തള്ളി മറ്റു വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഗുഡ്സ് വാഹനങ്ങൾ, ഒരു 3 വാഹനങ്ങൾ ഡ്രൈവർമാർ അൺഫിറ്റ് ആണെന്ന് കണ്ട് എടപ്പള്ളി ട്രാഫിക് ബേസ് പോലീസ് സ്റ്റേഷനിൽ മാറ്റിയിട്ടുണ്ട്. 1 മാസം വരെ ഈ പരിശോധന തുടരും. ഇത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സമീപകാലത്ത് കേരളത്തിലുണ്ടായ അപകടങ്ങളും വരുന്ന ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. അടുത്ത മാസം 15-ാം തീയതി വരെ ഈ ചെക്കിങ് ഇതേ ഷെഡ്യൂളിൽ കേരളത്തിൽ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പരിശോധന നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ MVDയുടെയും പോലീസിന്റെയും സംയുക്ത പരിശോധന സംസ്ഥാനത്ത് തുടരുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് അഭിജിത്തിനോടൊപ്പം നിതിൻ അംബുജൻ, 24.